ഹായ് ഗൈസ്, എൻ്റെ പേര് സുജ. ഞാൻ പൂനെയിലാണ്, മഹാരാഷ്ട്ര. എന്നെ അറിയുന്ന കുറച്ച് പേരുണ്ടാവുമായിരിക്കും ഈ ചാനലിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇടുന്ന ഈ വീഡിയോ കാണുന്നത്. ചില ആൾക്കാർ, കുറേ പേർക്ക് എന്നെ അറിയണ്ടാവില്ല, കാരണം ഞാൻ ഫേമസ് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ സെലിബ്രിറ്റിയോ ഇൻഫ്ലുവൻസറോ അങ്ങനെ ആരുമല്ല. നോർമൽ ഒരാളാണ്, നിങ്ങളുള്ള പോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ് മാത്രം. എനിക്കിങ്ങനെ ക്യാമറ ഫേസിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുള്ള പരിചയമില്ല. സോ എനിക്ക് ഭയങ്കര ഓഡായിട്ടുള്ള ഫീലിംഗ്, അല്ലെങ്കിൽ ഞാനിപ്പം എൻ്റെ എക്സ്പ്രഷൻസ് മോശമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് പറയാൻ അറിയണ്ടാവില്ല, വേർഡ്സ് കിട്ടുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താ പറയുക, എനിക്ക് തോന്നുന്നൊരു ബിഗിനർ, ഒരു ബിഗിനറിനും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. യൂഷ്വലി ആസ് എൻ ഇൻഡിവിജ്വൽ ഞാൻ വളരെ വെൽ ഗട്ടഡ് ആയിട്ടുള്ള നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇങ്ങനെ ക്യാമറ നോക്കിയിട്ട് എൻ്റെ മുഖം തന്നെ എനിക്ക് കാണുന്ന സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഓഡ് മൂമെൻ്റാണ്. എനിക്കത് ക്യാമറയിലേക്ക് നോക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഞാൻ ഫേസ് ടു ഫേസ് സംസാരിക്കാണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന ഇവളെന്തിനാ ഈ കാര്യമൊക്കെ പറയാൻ വരുന്നത്, അല്ലെങ്കിൽ ഇത് ആരാണെന്നുണ്ടാവും. ഞാനൊരു നോർമൽ ഹ്യൂമൻ ബീങ്, ഒരു സിമ്പിൾ പേഴ്സൺ. പൂനെയിൽ നിന്നാണ്, മഹാരാഷ്ട്ര ആസ് യൂഷ്വൽ. ആൻഡ് ഞാൻ ഒരു മലയാളിയാണ്. എൻ്റെ ഫാമിലി ഇവിടെയാണുള്ളത്. അപ്പം ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എത്രയോ കാലം ഞങ്ങളിങ്ങനെ ചിന്തിച്ച് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണം, കുറച്ചും കൂടെ എന്താ പറയുക, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം, അങ്ങനെയുള്ളൊരു ഇതാണ്. കാരണം നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ മറിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ്, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സിനിമയിലാണെങ്കിലും അങ്ങനെ പലവരും പറയുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ബീങ് ഇൻ മഹാരാഷ്ട്ര ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ എൻകറേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് വർക്കിന് കൂടുതൽ എൻകറേജ്മെൻറ്റ് കിട്ടുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പോഷർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഞാനും എൻ്റെ ഒരു അനിയനും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്നും അങ്ങനെ ആർട്ടിസ്റ്റിക് ഭാഗത്തേക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവോൾവ് ആവുന്ന ആൾക്കാരല്ല. പിന്നെ കുറച്ച് ഷൈയുമാണ് ആൾക്കാരുടെ മുന്നിലേക്ക് വന്ന് സംസാരിക്കാൻ, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ആസ്പെക്ട് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം എന്താ, പണ്ടൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്താ പറയുക, നിനക്ക് ആധാർ കാർഡ് ഉണ്ടോ, ഇയാൾക്ക് ആധാർ കാർഡ് ഇല്ലേ എങ്ങനെ പറ്റുക, അല്ലെങ്കിൽ ഇയാളുടെ വീട്ടിലൊരു 2 വീലർ ഇല്ല, അല്ലെങ്കിൽ മറ്റാളുടെ വീട്ടിലൊരു AC ഇല്ല എന്ന് പറയുമ്പോൾ, ഒരു ഓവൻ ഇല്ല എന്നൊക്കെ പറയുന്നത് ഇതിപ്പോൾ ബേസിക് സംഭവം. ഇപ്പോൾ എല്ലാവരും വീട്ടിലൊരു 4 വീലർ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ അത്ഭുതം വരുന്ന ഒരു ടൈം വരുന്ന അങ്ങനെ ഒരു ഇതിൽ വരുന്നില്ല. എത്ര റിച്ചാണ് പോരാണ് EMI യിലാണെങ്കിലും ഒരു 4 വീലർ പോലെ എല്ലാവരും വീട്ടിലുണ്ടാവും. അതൊരു ബേസിക് നീഡാണെന്ന് അങ്ങനെയുള്ളൊരു ടൈമാണിപ്പം. അപ്പം അങ്ങനെയുള്ള സമയത്ത് യൂട്യൂബ് ചാനൽ ഇല്ലേ, അപ്പം അതെന്താണ് ഇല്ലാത്ത എന്നുള്ളൊരു ടൈം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൊറോണ ഒക്കെ വന്ന സമയത്തായിരുന്നു ആക്ച്വലി കുറേ പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ട്രെൻഡായിട്ട് തുടങ്ങിയതല്ല. പക്ഷേ എന്നാലും നമ്മളൊരു വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് കുറേ കാലമായിട്ട് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം വീട്ടിലുള്ള ആൾക്കാർ, അച്ഛൻ, അമ്മ, ഞാൻ, എൻ്റെ അനിയൻ ശ്യാം എന്നവരുടെ പേര്. അപ്പോൾ ഞങ്ങൾ കുറേ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇതുവരെ സംഭവിച്ചില്ല. അപ്പോൾ അതിങ്ങനെ ഇനിഷ്യേഷൻ ഇഷ്യൂ ആണ്. നമ്മളിങ്ങനെ സംസാരിച്ച് ചിന്തിച്ച് ആലോചിച്ച് ഇത് ചെയ്യാം അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരിക്കലും നടന്നില്ല. അപ്പം ഞാനും അമ്മയും ഒരു ദിവസം ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ. നോർമലി ചോറുണ്ടാൻ വേണ്ടി അമ്മ വാർക്കാൻ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഞങ്ങളിങ്ങനെ പറയുന്നു, എത്ര കാലം നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്, അതിനെപ്പറ്റി ഇങ്ങനെ നോർമൽ ഡിസ്കഷൻ നടക്കുമായിരുന്നു വീട്ടിൽ. അപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾ വേറെ ആൾക്കാരോടും പറയാണ്ട്, അച്ഛനോടും അനിയനോടും വേറെ ആൾക്കാരോടും ഒന്നും ഫ്രണ്ട്സിനോടോ ആർക്കരോടും ഒന്നും പറയാണ്ട് പെട്ടെന്ന് ഇതൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചത്. പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും അങ്ങനെ ഷൂട്ട് ചെയ്തത്. പക്ഷേ അങ്ങനെയായപ്പം എന്താ വെച്ചാൽ കോൺഷ്യസ് ആവും. അമ്മ എന്നെക്കാട്ടും കോൺഷ്യസ് ആയ ആളാണ്. അപ്പോൾ അമ്മയ്ക്ക് അത് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം. അതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, സൈഡ് ഫേസിങ് മാത്രമേ അമ്മേൻ്റെ കൊടുത്തുള്ളൂ. പിന്നെ സംസാരിക്കാനും ഒക്കെ പ്രശ്നമാണ്. ഈ വോയിസ് ഓവർ കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ടെക്നിക്കാലിറ്റി നോക്കുക, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക, വീഡിയോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറയ്ക്കുക, അതൊന്നും ഒരു പോസിബിലിറ്റി അല്ല. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു സംഭവം ഷൂട്ട് ചെയ്തിട്ട് അത് നമ്മളെ തന്നെ ആ വീഡിയോയിൽ കാണുമെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ചമ്മൽ വരുന്നത് ആ ടൈപ്പ് ആൾക്കാരാണ്. അപ്പം വെറുതെ ഒരു രസം, ജസ്റ്റ് ടു സീ ഹൗ ഇറ്റ് ഫീൽസ്, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും നമ്മളെ കാണുമ്പോൾ എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം ഞങ്ങൾ ആ ഒരു വീഡിയോ നമ്മൾ ഷൂട്ടും ചെയ്തു. അതൊരു ചോറ് വറുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു, അത് പോസ്റ്റും ചെയ്തു. സോ ആ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തു, കുറേ പേര് കണ്ടു. പിന്നെ അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സാണ് അതിൽ മെയിനായിട്ടും കാണാനുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛന് കുറേ അങ്ങനെ കോൺടാക്ട്സ് ഉണ്ട്. അച്ഛൻ നന്നായി കവിത എഴുതുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ കുറേ അച്ഛൻ്റെ പരിചയക്കാരുണ്ട്. കുറേ ആൾക്കാരായിട്ടും വളരെ നന്നായിട്ട് മിങ്കിളാവുന്ന, നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സിന് അച്ഛൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കാണണം, ഞങ്ങളിങ്ങനെ ഒരു പൊട്ട വീഡിയോ എടുത്തിട്ടുണ്ട്, നോക്കണം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തു, കുറേ പേര് ലൈക്ക് ചെയ്തു, വ്യൂസ് കുറേ കൂടി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആസ് എ ബിഗിനർ വീഡിയോ ഇത് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒരു ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് അതിന് റീച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എന്താ പറയുക, ഇതൊരു ആസ്പെക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കോൺസെപ്റ്റ് ഇന്ന് നമ്മൾ കുക്കിംഗ് ചാനൽ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ചാനൽ അല്ലെങ്കിൽ ഇത് കോമഡി ആയിരിക്കും, സ്കിറ്റ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, വെറുതെ ഞങ്ങൾ ടൈം പാസിനൊന്ന് ഇട്ട് നോക്കിയെന്നുള്ളൂ. അപ്പോൾ അതിന് ലൈക്കും വ്യൂ ഒക്കെ വന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് എ ലോട്ട്. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരോടും ഒരുപാട് നന്ദി. അതിൻ്റെ വ്യൂവിനാണെങ്കിലും അതിന് ലൈക്ക് തന്നത് കമൻറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. കാരണം നിങ്ങളെല്ലാവരും ബിസി സ്കെഡ്യൂളിൽ നിന്ന്
മിനിറ്റ് 2 മിനിറ്റ് അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആണെങ്കിലും ഇന്നയാൾ പറഞ്ഞ് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, അല്ലെങ്കിൽ ഒരു പുതിയ വീഡിയോ കണ്ടി ഇതാരാണ് ഇങ്ങനെ ഒരു പുതിയ ഒരു ചാനൽ വന്നത് നോക്കാം എന്നുള്ള പേരിൽ വന്ന് ചെയ്തല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യർ ടൈം. കാരണം ടൈമാണ് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഐ ഫീൽ. കാരണം ആർക്കും സമയമില്ല, എല്ലാവരും അവരുടെ ലൈഫിൽ ബിസിയാണ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. മുന്നോട്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഓരോ എന്താ പറയുക, ജസ്റ്റ് പൊട്ട വീഡിയോ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ടൈം പാസ് വീഡിയോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ സാധാരണ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ സാധാരണ, അല്ലാണ്ട് അതിന് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ വീട് ഇപ്പം അതിന് വേണ്ടി പെയിൻ്റ് അടിക്കാൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മേക്കപ്പ് ചെയ്ത് വരാനോ അങ്ങനെ സംഭവമില്ല. നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ആസ്പെക്ട് എല്ലാവരും വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വീഡിയോസായിട്ട് വരുന്നുണ്ടാവും. എല്ലാവരും കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സജഷൻസും ഫീഡ്ബാക്സും കോമെൻറ്റ്സിൽ അറിയിക്കുക. അതുപോലെ ചാനലിൻ്റെ പേര് സിംപ്ലി സിമ്പിൾ, ബിക്കോസ് എല്ലാ സിമ്പിൾ കാര്യങ്ങളായുള്ള സിമ്പിൾ ആൾക്കാർ നടത്തുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ. അപ്പോൾ ഹോപ്പ് ടു സീ യു സൂൺ. നമ്മൾ ഇൻട്രാക്ട് ചെയ്യാം ത്രൂ കമൻറ്റ് സെക്ഷൻ.